നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരവസ്ഥ. ഹുലിൻ ആൽവാരസിനെ കൂവി വിളിച്ച് അപമാനിക്കുകയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകർ റിയാദ് മെട്രോപൊളിറ്റനോയിൽ ചെയ്തത്. സ്വന്തം ടീമിലെ താരത്തെ അവർ കൂവുന്നു. അത് കളിക്ക് മുമ്പേ വാമപ്പിൻ്റെ സമയത്ത് തുടങ്ങി. പിന്നെ താരങ്ങളുടെ പേരിങ്ങനെ അനൗൺസ് ചെയ്യുമല്ലോ. ഹുലിൻ ആൽവാരസിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ കൂവി വിളിച്ച് അങ്ങ് അവർ അർമാദിക്കുകയായിരുന്നു. ബാക്കി എല്ലാ താരങ്ങളെയും ചീർ ചെയ്തു. അതേസമയം ഹുലിയൻ ആ സമയത്ത് ബെഞ്ചിലിരുന്ന് താഴെ നോക്കി വല്ലാതെ അദ്ദേഹം അതിൽ നിരാശനാണെന്നുള്ളത് വ്യക്തമായിരുന്നു. കളി ആരംഭിച്ചപ്പോൾ നമ്മൾ കണ്ടത് വിആർഐയിലും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏതാണ്ട് ഒരേപോലെ പോരടിക്കുന്നതാണ്. ഇടവേള സമയത്ത് മത്സരം സമനിലയിൽ നിന്നു. രണ്ടാം പകുതിയിൽ പിന്നീട് 59-ാമത്തെ മിനിറ്റിൽ പുബിലിൻ്റെ വക ഗോള്. എന്നാൽ കഴിഞ്ഞില്ല. മൊറാനയിലൂടെ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് വിആർഐയിൽ തിരിച്ചടിച്ചു. പിന്നാലെ ഹുലിയനെ കളിക്കളത്തിലേക്ക് വിടുന്നു. അപ്പോഴും കൂവൽ. ഹുലിയൻ അതിന് മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വാമപ്പ് ചെയ്ത് സിമിയോണി പറഞ്ഞപ്പോൾ അപ്പോഴും കൂവലാണ്. കൂവി അങ്ങ് വല്ലാത്ത രൂപത്തിൽ നാണം കെടുത്തുകയാണ്. കളിക്കാനിറങ്ങി ബോൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ കൂവൽ. എന്താ അത്ലറ്റിക്കോക്ക് വീണ്ടും പണി കിട്ടി. അതായത് നോർമൻഡിന് റെഡ് കാർഡ്, തുടർന്ന് ലഭിച്ച പെനാൽറ്റി മിക്കോഡ്സെ ഗോളാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ 2-1 വിആർഐയിൽ മുന്നിൽ പോയി. അപ്പോഴും ഹുലിയനെ കൂവുന്നതിന് ഒരു കുറവുമില്ല. ഹുലിയനെ കൂവി വിളിച്ചിട്ട് ഈ ക്ലബിൽ നിന്ന് ഇറങ്ങിപ്പോ, അതാണ് ചാൻറ്റ് പ്രധാനമായിട്ടും. ഒരു എഫ് വേർഡൊക്കെ ചേർത്തുകൊണ്ട് അവനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ എന്നുള്ള തരത്തിലാണ് അവർ ചാൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, 85-ാമത്തെ മിനിറ്റിൽ മറ്റൊരു അർജൻറ്റീൻ താരം ഹുലിയാനോ സിമിയോണി ഗോൾ അടിച്ചുകൊണ്ടാണ് നാണക്കേടിൽ നിന്ന്, തോൽവിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഹുലിയനോട് അത്ലറ്റിക്കോ ആരാധകർ ചെയ്തത് വല്ലാത്ത നാണം കെട്ട പരിപാടിയായിപ്പോയി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.